ആകാശവാണി വാർത്താ വീക്ഷണം. വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. ബാലവേലയ്ക്ക് റെഡ് കാർഡ്, കുട്ടിക്കാലം സംരക്ഷിക്കാം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം ആമിന നജുമ. കുട്ടികളുടെയും സമൂഹത്തിന്റെയും സമഗ്ര വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഗുരുതരമായ സാമൂഹിക വിപത്തുകളിലൊന്നാണ് ബാലവേല. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന പൊതുജീവിതത്തിലെ ഈ തിന്മയ്ക്കെതിരെ കർശനമായ നിയമങ്ങളും ബോധവൽക്കരണങ്ങളും നിലവിലുണ്ടെങ്കിലും ആഗോളതലത്തിൽ ഈ ദുസ്ഥിതി ഇപ്പോഴും തുടരുകയാണ്. ബാലവേലയിൽ നിന്നുള്ള മോചനം ഒരു അടിസ്ഥാന മനുഷ്യാവകാശമാണ്. ഓരോ കുഞ്ഞും ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്നത് തുല്യമായ അവകാശങ്ങളും വിലമതിക്കാനാവാത്ത സ്വപ്നങ്ങളുമായാണ്. ആരോഗ്യപൂർണമായ ശൈശവവും സ്നേഹവും സുരക്ഷിതത്വവും നിറഞ്ഞ ബാല്യവും ഓരോ കുട്ടിയുടെയും ജന്മാവകാശമാണ്. അറിവിന്റെ വെളിച്ചം പകരുന്ന വിദ്യാഭ്യാസവും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അവസരങ്ങളും നിറഞ്ഞ ഒരു ലോകമാണ് അവർക്ക് നാം ഒരുക്കേണ്ടത്. കുട്ടികളുടെ ശോഭനവും സുരക്ഷിതവുമായ ഭാവിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് ഈ അവകാശങ്ങൾ. എന്നാൽ യാഥാർത്ഥ്യം പലപ്പോഴും ഈ മനോഹരമായ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമാണ്. ലോകത്തിന്റെ പല കോണുകളിലും കോടിക്കണക്കിന് കുട്ടികൾക്ക് അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു. ദാരിദ്ര്യത്തിന്റെയും വിവേചനത്തിന്റെയും ചൂഷണത്തിന്റെയും ഇരുണ്ട നിഴലുകളിൽപ്പെട്ട് ആരോഗ്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും വളരാനുള്ള അവരുടെ എല്ലാ സാധ്യതകളും മങ്ങിപ്പോകുകയാണ്. ഓരോ കുട്ടിയുടെയും പുഞ്ചിരിയിൽ തെളിയേണ്ട പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ഇത്തരം അനീതികളുടെയും ക്രൂരതകളുടെയും പശ്ചാത്തലത്തിൽ പലപ്പോഴും പൊലിഞ്ഞുപോകുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷണം, സുരക്ഷ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ അവരെ ജോലിയിൽ ഏർപ്പെടുത്തുന്നതാണ് ബാലവേല കൊണ്ട് വിവക്ഷിക്കുന്നത്. പ്രായത്തിനും കഴിവിനും അനുയോജ്യമല്ലാത്തതോ വിദ്യാഭ്യാസത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതോ അപകടകരമായ സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടി വരുന്നതോ ആയ തൊഴിലിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്ന സ്ഥിതിയാണിത്. ദാരിദ്ര്യം, വിദ്യാഭ്യാസത്തിന്റെ അഭാവം, സാമൂഹിക അസമത്വങ്ങൾ എന്നിവയാണ് കുട്ടികളെ ബാലവേലയിലേക്ക് തള്ളിവിടുന്ന പ്രധാന ഘടകങ്ങൾ. കുട്ടികൾക്ക് അവരുടെ ബാല്യം ആസ്വദിക്കാനും വിദ്യാഭ്യാസം നേടാനും സമഗ്രമായ വളർച്ച കൈവരിക്കാനുമുള്ള അവകാശമുണ്ട്. ഒരു കുട്ടിയുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുന്ന എല്ലാത്തരം ജോലികളും ബാലവേലയുടെ പരിധിയിൽ വരുന്നവയാണ്. ബാലവേലയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിനായി സർക്കാരും വ്യവസായ മേഖലകളും തൊഴിലാളി സംഘടനകളും പൊതുസമൂഹവും കൈകോർക്കേണ്ടതുണ്ട്. ഈ കൂട്ടായ്മ ഉറപ്പുവരുത്തുന്നതിനായാണ് എല്ലാ വർഷവും ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയുടെ വ്യാപ്തിയും അതിന്റെ ദോഷഫലങ്ങളും ലോക ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും ഈ തിന്മ ഇല്ലാതാക്കാനുള്ള ആഗോള ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതിനുമായി 2002 ILO ലോക ബാലവേല വിരുദ്ധ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. തൊഴിൽ ചെയ്യുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം നിശ്ചയിക്കുന്നതിനും ഏറ്റവും ക്രൂരമായ ബാലവേല രൂപങ്ങൾ നിരോധിക്കുന്നതിനും ILO അംഗീകരിച്ച പ്രമേയങ്ങളാണ് ഈ ദിനാചരണത്തിന് പ്രധാന പ്രചോദനമായത്. സർക്കാരുകൾക്കും പൊതുസമൂഹത്തിനും ബാലവേലയ്ക്കെതിരെ ഒന്നിച്ച് ശബ്ദമുയർത്താനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനുമുള്ള ഒരു പ്രധാന വേദിയായി ഈ ദിനം ഇന്ന് മാറിയിട്ടുണ്ട്. 2015 ലോക നേതാക്കൾ അംഗീകരിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ബാലവേല അവസാനിപ്പിക്കുന്നതിനുള്ള പുതുക്കിയ ആഗോള പ്രതിബദ്ധത ഉൾപ്പെടുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ലോകമെമ്പാടും ബാലവേല നിരക്കിൽ വലിയ വർധനയുണ്ടായതായി യുനിസെഫും അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയും ചൂണ്ടിക്കാണിക്കുന്നു. വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിയതും മാതാപിതാക്കളുടെ തൊഴിലില്ലായ്മയും ലക്ഷക്കണക്കിന് കുട്ടികളെ വീണ്ടും ജോലിയിലേക്കിറങ്ങാൻ നിർബന്ധിതരാക്കി. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ബാലവേല റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എത്യോപ്യ, കോങ്കോ, നൈജീരിയ തുടങ്ങിയ സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. നമ്മുടെ രാജ്യത്ത് കോവിഡ് മഹാമാരി മൂലം മാതാപിതാക്കളെയോ രക്ഷിതാവിനെയോ നഷ്ടപ്പെട്ട കുട്ടികളെ പിന്തുണയ്ക്കുന്നതിനായി പ്രഖ്യാപിച്ച PM Cares for Children പദ്ധതി വലിയ ആശ്വാസമായിരുന്നു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മൊറോക്കോയിലെ മരാക്കേഷിൽ ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന ബാലവേല നിർമ്മാർജ്ജനത്തിനായുള്ള 6ാമത്തെ ആഗോള സമ്മേളനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ വർഷത്തെ ലോക ബാലവേല വിരുദ്ധ ദിനം വരുന്നതെന്നതിനാൽ ഇത്തവണത്തെ ദിനാചരണത്തിന് പ്രാധാന്യമേറെയാണ്. 2030 ബാലവേല പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നതാണ് ആഗോള സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ബാലവേലയ്ക്ക് ചുവപ്പ് കാർഡ്, കുട്ടികളോട് നീതിയുക്തമായി പെരുമാറുക എന്ന ശക്തമായ മുദ്രാവാക്യമുയർത്തിയാണ് ഈ വർഷത്തെ പ്രചാരണ പരിപാടികൾ മുന്നോട്ടു പോകുന്നത്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സാമൂഹിക സംരക്ഷണം, മാന്യമായ തൊഴിലവസരങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിനൊപ്പം ശക്തമായ നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ബാലവേലയുടെ അടിസ്ഥാന കാരണങ്ങൾ തന്നെ വേരോടെ പിഴുതെറിയാൻ ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു.
എല്ലാ രൂപത്തിലുമുള്ള ബാലവേലയും അവസാനിപ്പിക്കുന്നതിനുള്ള ആഗോള പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതിനായി രൂപീകരിച്ച പ്രധാന അന്താരാഷ്ട്ര പ്രവർത്തന രേഖയാണ് ബാലവേലയ്ക്കെതിരായ മരാക്കേഷ് ഗ്ലോബൽ കർമ്മ പദ്ധതി. മരാക്കേഷിൽ നടന്ന ആഗോള സമ്മേളനത്തിലാണ് ഈ കർമ്മ പദ്ധതി അംഗീകരിക്കപ്പെട്ടത്. സർക്കാരുകൾ, തൊഴിലുടമ സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ, ഐക്യരാഷ്ട്രസഭാ ഏജൻസികൾ, സിവിൽ സമൂഹ സംഘടനകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, അക്കാദമിക് സമൂഹം, കുട്ടികളുടെ പ്രതിനിധികൾ എന്നിവർ ചേർന്നാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. 2030 സുസ്ഥിര വികസന ലക്ഷ്യം കൈവരിക്കുന്നതിനും ബാലവേല പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുക എന്നതാണ് കർമ്മ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശ്യം. കുട്ടികൾക്ക് സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ, അവകാശങ്ങൾ എന്നിവയ്ക്ക് ഇതിൽ പ്രത്യേക പ്രാധാന്യം നൽകുന്നു. ബാലവേലയുടെ അടിസ്ഥാന കാരണങ്ങൾ ഇല്ലാതാക്കാനും മനുഷ്യാവകാശത്തിനും കുട്ടികളുടെ ക്ഷേമത്തിനും മുൻഗണന നൽകുന്ന സമീപനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഈ കർമ്മ പദ്ധതി ലക്ഷ്യമിടുന്നു. സമൂഹത്തിന്റെ എല്ലാ തലത്തിലുമുള്ള കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും അന്താരാഷ്ട്ര സഹകരണത്തിലൂടെയും മാത്രമേ ബാലവേല രഹിത ലോകം സൃഷ്ടിക്കാനാകൂ എന്ന സന്ദേശമാണ് ഗ്ലോബൽ കർമ്മ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. വിവിധ മേഖലകളിൽ ലോകരാജ്യങ്ങൾ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ലോകമെമ്പാടുമായി ഏകദേശം 138 ദശലക്ഷം കുട്ടികൾ ബാലവേലയിൽ ഏർപ്പെട്ടിരിക്കുന്നതായി അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന വ്യക്തമാക്കുന്നു. ഇവരിൽ പകുതിയിലധികം കുട്ടികൾ അപകടകരവും ചൂഷണപരവുമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു. പലരും സ്കൂളിൽ പോകാതെ മുഴുവൻ സമയ തൊഴിലാളികളാണ്. അതിനാൽ അവർക്ക് വിദ്യാഭ്യാസം നേടാനോ വിനോദങ്ങളിൽ ഏർപ്പെടാനോ വിശ്രമിക്കാനോ ആവശ്യമായ അവസരങ്ങൾ ലഭിക്കുന്നില്ല. മതിയായ പോഷകാഹാരവും ആരോഗ്യ പരിചരണവും ലഭിക്കാതെ ജീവിക്കുന്ന കുട്ടികളും ഏറെയാണ്. ഇതിലൂടെ അവരുടെ ബാല്യവും സ്വപ്നങ്ങളും അവകാശങ്ങളും നഷ്ടപ്പെടുകയാണ്. അടിമത്തം, നിർബന്ധിത തൊഴിൽ, മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങി ഏറ്റവും ക്രൂരമായ രീതിയിലുള്ള ബാലവേലയ്ക്കാണ് ഈ കുട്ടികൾ ഇരയാകുന്നത്. കുട്ടികളാണ് രാജ്യത്തിന്റെ ആസ്തിയും ഭാവിയും എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ബാലവേല നിർമ്മാർജ്ജനത്തിനുള്ള നയപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ബാലവേല മുക്ത സമൂഹം എന്നതാണ് ലക്ഷ്യം. 1986 ബാലവേല നിരോധന നിയന്ത്രണ നിയമത്തിൽ 2016 വരുത്തിയ ഭേദഗതി പ്രകാരം 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണ്. 14നും 18നും ഇടയിൽ പ്രായമുള്ള കൗമാരക്കാർക്ക് അപകടകരമായ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നതിൽ നിന്നും ഈ നിയമം പൂർണ്ണ പരിരക്ഷ ഉറപ്പാക്കുന്നു. നിയമലംഘനത്തിന് തൊഴിലുടമകൾക്ക് കർശനമായ ശിക്ഷ നൽകുന്നതിനും ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. 1987 ഓഗസ്റ്റ് 14 കേന്ദ്രമന്ത്രിസഭ ദേശീയ ബാലവേല നയം അംഗീകരിച്ചു. തൊഴിൽ മേഖലകളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന കുട്ടികൾക്ക് കൃത്യമായ പുനരധിവാസം ഉറപ്പാക്കാനും അതുവഴി ബാലവേല വ്യാപകമായ പ്രദേശങ്ങളിൽ നിന്ന് ഈ തിന്മ പൂർണ്ണമായി തുടച്ചു നീക്കാനുമാണ് നയം രൂപീകരിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് ബാലവേല പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കൽ, തൊഴിലിടങ്ങളിലെ കർശനമായ പരിശോധനകൾ, ബോധവൽക്കരണ പരിപാടികൾ എന്നിവയും സർക്കാരിന്റെ ബാലവേല നിർമ്മാർജ്ജന പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഓൺലൈൻ സംവിധാനമാണ് പെൻസിൽ പോർട്ടൽ. ബാലവേലയെക്കുറിച്ചുള്ള പരാതികൾ അറിയിക്കാനും അതിന്മേൽ ദ്രുതഗതിയിൽ നടപടികൾ സ്വീകരിക്കാനും ഈ പോർട്ടൽ സഹായിക്കുന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് യുവാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, പുസ്തക വിതരണം, കലാപ്രചാരണം എന്നിവ ഉൾപ്പെടുത്തി ബാലവേല അവസാനിപ്പിക്കാൻ ഒന്നിക്കുക എന്ന ക്യാമ്പയിൻ ILO സംഘടിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് സ്ഥിരമായ തൊഴിലും മെച്ചപ്പെട്ട വേതനവും ഉറപ്പാക്കിയാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കുട്ടികളെ ജോലിക്ക് വിടേണ്ടി വരുന്ന സാഹചര്യം പൂർണ്ണമായി ഒഴിവാക്കാനാകും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും യൂണിഫോമും ഉച്ചഭക്ഷണവും സൗജന്യമായി നൽകിയാൽ സ്കൂൾ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യം ഒരു പരിധിവരെ തടയാനാകും. എല്ലാ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കണം. കുട്ടികൾ സ്കൂളുകളിൽ എത്തുമ്പോൾ സ്വാഭാവികമായും ബാലവേല കുറയുന്നു. ബാലവേല നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന തൊഴിലുടമകൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ കൈക്കൊള്ളണം. അതോടൊപ്പം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് അവരുടെ അവകാശങ്ങളെ തകിടം മറിക്കലാണെന്ന ചിന്ത മാതാപിതാക്കളിലും ജനങ്ങളിലും ഉണ്ടാക്കിയെടുക്കുകയും വേണം. ലോക ബാലവേല വിരുദ്ധ ദിനത്തിൽ നമുക്കേവർക്കും ബാലവേലയ്ക്കെതിരെ റെഡ് കാർഡ് ഉയർത്താം. ഓരോ കുട്ടിക്കും സുരക്ഷിതമായ ഒരു കുട്ടിക്കാലവും മികച്ച വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും ഉറപ്പാക്കുന്ന ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ നമുക്ക് ഒന്നിച്ചു കൈകോർക്കാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.